ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് പാൽക്കാപ്പിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കണത്. അപ്പോൾ ആദ്യം തന്നെ പൂള, നമ്മളിവിടെ പൂള എന്നാണ് പറയുക, ഒരു അത്യാവശ്യം മീഡിയം സൈസിലുള്ള കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ടും നല്ല കഴുകിയെടുത്തത് ആ കുക്കറിൽ കല്ലുപ്പും ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അടച്ച് വെച്ച് വിസിലടിക്കുക. ഞാൻ 4 വിസിൽ വരെയാണ് കേട്ടോ അടുപ്പിക്കണത്. ഞാൻ ഇതിലേക്കുള്ള തേങ്ങാപ്പാൽ റെഡിയാക്കി എടുക്കുകയാണ്. ഒരു ഫുള്ള് തേങ്ങേൻ്റെ നല്ല കട്ടി പാലെടുക്കണം, ഒരൊറ്റ പാലെടുത്താൽ മതി, നല്ല കട്ടിക്ക് തന്നെ എടുക്കണം. അപ്പോൾ ഇതാ തേങ്ങാപ്പാൽ റെഡിയാക്കാം കേട്ടോ. അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ടാണ്, ഒരു തേങ്ങ ഫുൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് മിക്സിയിലിട്ട് നല്ലോണം അടിച്ചെടുത്തിട്ട് പിന്നെ നല്ലതായിട്ട് അരിച്ചെടുക്കുക. നല്ല കട്ടി തേങ്ങാപ്പാൽ റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ പൂള വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു ഓട്ടുള്ള പാത്രത്തിൽ അത് ഊറ്റി വെക്കുകയാണ്. ശേഷം സെയിം കുക്കർ തന്നെയാണ് ചൂടാക്കുന്നത്. അതിക്ക് നല്ല നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം വലിയ ഉള്ളി, ഒരു മീഡിയം സൈസ് വലിയ ഉള്ളി 1 എടുത്തിട്ടുണ്ട്. അത് കനം കുറച്ച് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അത് നല്ല ഗോൾഡൻ ബ്രൗൺ കളറാണത് വരെ വഴണ്ടി വരണം. എന്നിട്ട് വറ്റൽമുളകും കുറച്ചധികം തന്നെ കരിവേപ്പും കൂടി ഇട്ട് കൊടുക്കുക. അതിന് ശേഷം അത് റെഡിയായി വന്നാൽ നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള പൂള ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് തേങ്ങാപ്പാൽ ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. എന്നിട്ട് പൂള നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ വാട്ടിയ ഉള്ളിയും ഈ തേങ്ങാപ്പാലും എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് ഉടച്ചെടുത്താൽ പാൽക്കപ്പ് റെഡിയായി. സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ട്രൈ ആക്കാത്തവർ ട്രൈ ആക്കി നോക്കൂ കേട്ടോ. അപ്പോൾ നമ്മൾ അടിപൊളി പാൽക്കപ്പ് റെഡിയായി. നല്ല കട്ടനും ബീഫൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റാണ്. ഇനി ഒന്നുമില്ലെങ്കിലൊന്നും വെറുതെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ രാവിലെ കടിയായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല കട്ടൻ ചായൻ്റെ കൂടെയാണ്. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.